ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാധാരണ നമുക്കൊരു ഫോൺ കൊണ്ട് തന്നിട്ട് ചില കസ്റ്റമർ പറയുന്നൊരു രീതിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഫോണിൽ ചാർജ് നിൽക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ ചില ടെക്നീഷ്യന്മാർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി മാറി നോക്കും. ആദ്യം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുള്ളത് ബാറ്ററി കണക്ടറിൽ ഷോർട്ട് ഉണ്ടോ, അതേപോലെ ലീക്കേജ് ഉണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അത് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് നോക്കാറുണ്ട്. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് DC പവർ സപ്ലൈ ഉപയോഗിച്ച് നോക്കലാണ്. കാരണം മൾട്ടിമീറ്ററിൽ ചില ലീക്കേജ് പവർ ഐസിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന ചില ഷോർട്ടോ ലീക്കേജ് നമുക്ക് മൾട്ടിമീറ്ററിൽ അറിയാൻ പറ്റത്തില്ല. പക്ഷെ നേരെ മറിച്ചിട്ട് നമുക്കത് ശരിക്കും നമ്മളെ DC പവർ സപ്ലൈൻ്റെ അകത്ത് നമുക്കത് കറക്റ്റായിട്ട് അറിയാനും പറ്റും. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന സെറ്റിൻ്റെ അകത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ചാർജ് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞൊരു സെറ്റ് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ബാറ്ററി മാറിയിട്ട് കസ്റ്റമർക്ക് കൊടുക്കുകയാണ്. ആ കസ്റ്റമർ കൊടുത്തിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ കസ്റ്റമർ വീണ്ടും വന്നിട്ട് പറയുകയാണ് നമ്മൾ ഈ പുതിയ ബാറ്ററിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നില്ല, ചാർജ് നിൽക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാറിഞ്ഞാൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമ്മൾ ബാറ്ററി കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒന്നും കൂടി ബാറ്ററി മാറിക്കൊടുക്കും. ഈ ബാറ്ററി മാറിയിട്ട് ഇതേപോലെ ഒരാഴ്ച കഴിയുമ്പോൾ അതേപോലെ ആൾ റിട്ടേൺ വന്നിട്ട് പറയും ഇതേ കണ്ടീഷനാണ്, ചാർജ് നിൽക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ഒരു ഫോൺ കൊണ്ടുവന്നിട്ട് ബാറ്ററിൻ്റെ അകത്ത് ചാർജ് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം ഓൾറെഡി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ടോ DC ഉപയോഗിച്ചിട്ടോ പ്രൈമറി ലൈനിൽ കംപ്ലൈൻറ്റ് ഉണ്ടോ, ബാറ്റോ അല്ലെങ്കിൽ VDD മെയിനോ കംപ്ലൈൻറ്റ് ഉണ്ടോ, ഷോർട്ടോ ലീക്കേജോ ഉണ്ടോ എന്നുള്ളത് നോക്കാറുണ്ട്. അത് കറക്റ്റാണ്, അങ്ങനെയാണ് നോക്കേണ്ടത്. പക്ഷെ നേരെ മറിച്ചിട്ട് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നുള്ളത്, ഇത് ചില ആൾക്ക് അറിയാത്ത ആൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നുള്ളത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന് തെർമൽ ക്യാമറ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതല്ലാണ്ട് നമുക്ക് DC ഉപയോഗിച്ചിട്ട് തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി ഞാനൊരു ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡായിരുന്നു, ഞാനത് ഓൺ ചെയ്തതാണ്. ഷോർട്ട് ഉണ്ടായിരുന്നു, അത് ഓൾറെഡി ഞാൻ ഷോർട്ട് മാറ്റിയതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചില ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് വിടും ഇങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് ചോദിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷനായിട്ടുള്ളൊരു വീഡിയോസാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് DC മേലെ ഓൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇത് സ്ലീപ്പ് മോഡിലാണ്, ഫുൾ സ്ലീപ്പ് മോഡ് പോയിട്ടാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ സ്ലീപ്പ് മോഡിലെ റീഡിങ് നോക്കിയാൽ മതി. ആംബിയർ റീഡ് ചെയ്യുന്നുള്ളത് 0.5 മില്ലി ആ റേഞ്ചിലാണ്. ഏകദേശം 0-ൻ്റെയും 50-ൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 100-ൻ്റെ ഉള്ളിലാണ് സ്ലീപ്പ് മോഡിൽ ആംബിയർ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫേം ആയിട്ട് ഉറപ്പിക്കാൻ പറ്റും ആ ഫോണിൻ്റെ അകത്ത്. ശരിക്കും പക്കായിട്ട് പറയാൻ പറ്റുന്നുള്ളത് 0-ൻ്റെയും 50-ൻ്റെ ഉള്ളിലാണ് ആംബിയർ എടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ 100% നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഫോണിൻ്റെ അകത്ത്. ഇപ്പോൾ ഈ ഫോണിൻ്റെ അകത്ത് സെക്കൻഡറിയിൽ ഷോർട്ടോ ലീക്കേജോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് 100% എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഞാനത് സ്ലീപ്പ് മോഡ് ഞാനിപ്പോൾ ഈ സെറ്റ് ജസ്റ്റ് ഒന്ന് പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്ത് ചെയ്യുന്നുണ്ട്. റീഡിങ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. റീഡിങ് ഏകദേശം ഒരു 100 സംതിങ് ഏകദേശം ഫുൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ലോക്കിലാണുള്ളത്, ഫുള്ളിലോട്ട് പോകും. ഇപ്പോൾ നമ്മൾ വീണ്ടും സ്ലീപ്പ് മോഡ് പോയി. അപ്പോൾ ഈ സ്ലീപ്പ് മോഡ് പോകുന്ന സമയത്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ആംബിയർ ഒന്ന് കുറഞ്ഞ് വരുന്ന കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ബാറ്ററി മാറാൻ ഒരു കസ്റ്റമർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം ഇതുപോലെ ചെക്ക് ചെയ്തിട്ടൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആംബിയർ സ്ലീപ്പ് മോഡിൻ്റെ അകത്തും ആംബിയർ ഹൈ ആയിട്ടാണ് റൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ബാറ്ററി 1 അല്ല 2 അല്ല 3 അല്ല 100 ബാറ്ററി മാറിക്കൊടുത്തു കഴിഞ്ഞാലും ആ ഫോൺ അതേപോലെ തിരിച്ചു വരും, ചാർജ് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് മാറിക്കൊടുത്താൽ നമുക്ക് പറയാൻ പറ്റും കസ്റ്റമറോട്. ഇപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആംബിയർ സ്ലീപ്പ് മോഡിൽ ആംബിയർ ഒരു 200, 300, 400 അല്ലെങ്കിൽ 1000-ന് മേലെ ഇങ്ങനെ റൺ ചെയ്ത് കളിക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ പറ്റും ഈ ഫോണിൻ്റെ അകത്ത് ബാറ്ററീൻ്റെ ഫോൾട്ട് അല്ല, ഇത് ബോർഡിൻ്റെ അകത്തൊരു കംപ്ലൈൻറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്തിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സ്ലീപ്പ് മോഡിലാണുള്ളത്. ഞാനിപ്പോൾ ഒന്ന് പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കാണാം ആംബിയർ 300 സംതിങ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി സ്ലീപ്പ് മോഡ് കൊടുത്ത് വീണ്ടും ആംബിയർ. അപ്പോൾ ഒരു സെറ്റ് ഓൺ ചെയ്ത് വരുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്തിനനുസരിച്ച് നമുക്ക് കാണാം ഒരു സെറ്റ് ഓൺ ആകുമ്പോൾ 1000-ന് മേലെ കയറിപ്പോവും. അതിങ്ങനെ കുറഞ്ഞ് വരും. ഞാനൊന്ന് കാണിച്ചു തരാം. സെറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി ഇത് ഇതേ സെറ്റ് തന്നെ ഞാൻ ഒന്നും കൂടി ഓൺ ചെയ്ത് കാണിച്ചു തരാം, അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ സെറ്റ് ഓക്കെ ഫുള്ളായിട്ട് ഓഫായി. ഞാൻ ഒന്നും കൂടി ഈ സെറ്റ് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ നോക്കേണ്ടത് DC റീഡിങ്ങാണ് നമ്മൾ നോക്കുന്നത്. പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആംബിയർ എങ്ങനെയാണ് ട്രിഗർ ചെയ്ത് നോക്കിയാൽ മതി. 38 സ്റ്റാർട്ട് ചെയ്തത്, 63, 150,
കുറഞ്ഞ് ഹൈയായി ഇപ്പോൾ സെറ്റ് ഓണായി. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ലോഗോ വന്ന്. ഈ ലോഗോ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 200 മേലെ കയറി, 400 മേലെ കയറി, 600 മേലെ കയറി, 600 മേലെ കയറി, അതല്ല 700 മേലെ കയറി, ഇങ്ങനെ ഹൈ ആയിട്ട് ഇങ്ങനെ ഏകദേശം ഒരു 300 സ്റ്റാർട്ടിങ് ചില മോഡലൊക്കെ എത്തുമ്പോൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം 1000 മേലെ വരെ ആംബിയർ എടുക്കും ചില മോഡൽ സെറ്റ്. അപ്പോൾ 1000 മേലെ ആംബിയർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് സ്ലോ പോയി. ഇപ്പോൾ ആ സെറ്റ് ഓണായി 600 ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. 600 300 ആ റേഞ്ചിലായിരിക്കും എപ്പോൾ ഇങ്ങനെ ഫോൺ എന്തായാലും DC റീഡിങ് ഇങ്ങനെ റൺ ആയിക്കൊണ്ട് നിൽക്കുന്നുള്ളത്. 700 ആ റേഞ്ച് ഫോൺ ഓണാണ് കേട്ടോ. ഫോണിപ്പോൾ ഓണിലാണുള്ളത്. അപ്പോൾ ആ കണ്ടീഷനിലാണ് ഇപ്പോൾ റീഡിങ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ഫോണ് നോർമലി സ്ലീപ്പ് മോഡ് പോകും. ആ സ്ലീപ്പ് മോഡ് പോകുന്ന സമയത്ത് ആംബിയർ ഇങ്ങനെ കുറഞ്ഞ് നമുക്ക് വരുന്ന കാണാം. ഇപ്പോൾ ഏകദേശം ഒരു 100 സംതിങ് വന്ന് അത് വീണ്ടും കുറയും. 150 ആ റേഞ്ചിലോട്ട് വന്ന് ഇപ്പോൾ സ്ലീപ്പ് മോഡ് പോയി. പക്ഷേ സ്ലീപ്പ് മോഡ് ഫോണിലാണ് പോയിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ അകത്ത് ആംബിയർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുറഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ 50, 61 ആ റേഞ്ചർക്ക് അടുക്കൊരുക്ക് കൂടുന്നുണ്ട്. എന്നാലും നമ്മൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോർമലി ഒരു 0 to 50 അതിൻ്റെ അകത്തായിരിക്കും ശരിക്കും ഒരു ലീക്കേജോ ഫോണോ. അത് പ്രൈമറിയോ സെക്കൻഡറിയോ 100% ഓക്കെ ആണ് എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഇതുപോലെ ആണ് നിങ്ങളൊരു ബാറ്ററി മാറാൻ വരുന്ന സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ കണ്ടില്ലേ 28, 25 ആ റേഞ്ചിലോട്ട് വന്നു. ഇനിയും കുറയും പ്രോപ്പർ പക്ക സെറ്റ് ആണെങ്കിൽ. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു കപ്പാസിറ്റി റിമൂവ് ചെയ്തിട്ട് പുതിയൊരു കപ്പാസിറ്റി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ആ കപ്പാസിറ്റി ആഡ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ആംബിയർ റൺ അധികമാവും. ഇപ്പോൾ ആംബിയർ ഇപ്പോൾ നോർമൽ 20 ആ റേഞ്ചിലോട്ട് വന്നു. അതുകൊണ്ടല്ലോ ഈ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ 0.05 ആ റേഞ്ചിലോട്ട് വന്നു. മനസ്സിലായി? ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ആംബിയറാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സെറ്റ് റീഡിങ് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ബാറ്ററി മാറാന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് കൊണ്ടുതന്നാൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു ലെവലാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതേപോലെ ഒന്ന് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ DC റീഡിങ് നോക്കിയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഐഫോൺ പ്രോ ലെവൽ ടെക്നീഷ്യൻ ആവണം, അതേപോലെ നമ്മൾ ഓസിലോസ്കോപ്പിൻ്റെ അകത്ത് നല്ല രീതിയിൽ ട്രേസ് ഔട്ട് ചെയ്യാൻ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളതിനുള്ള ഓൺലൈൻ ക്ലാസ്സും അതേപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്ക് ജോയിൻ ചെയ്യുക. ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് ചെയ്യുന്നുണ്ട്, റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്. ഏത് ലെവലും ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഉള്ള ലെവലിനേക്കാളും ഒന്നും കൂടി നല്ലൊരു ലെവലിലേക്ക് ആവണം, അല്ലെങ്കിൽ നോർമൽ ടെക്നീഷ്യന് പ്രോ ലെവൽ ടെക്നീഷ്യൻ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ.